സംസ്ഥാനത്ത് 32,097 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 188 മരണങ്ങളും സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.41%. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇന്ന് മരണസംഖ്യ കൂടുതലാണ്. എങ്ങനെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും അതുപോലെ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ട്? ഏതൊക്കെ ജില്ലകളിലാണ് കൂടുതൽ കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും 32,000 കടന്നിട്ടുണ്ട്. കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണം ഇന്ന് 32,097 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1,74,307 സാമ്പിൾ പരിശോധിച്ചു. TPR കഴിഞ്ഞ ദിവസത്തെ പോലെ 18 മുകളിലാണ്. 18.41 ഇന്നത്തെ TPR. ഇന്ന് മരണം 188 കൂടുതലാണ്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം 21,000 കടന്നിട്ടുണ്ട്. 21,149 സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണം ഉയർന്നിട്ടുണ്ട്. കോവിഡ് കണക്കുകളിലേക്ക് പോയാൽ തൃശൂരാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തൃശൂരിൽ 4,334 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്ത് 3,768, കോഴിക്കോട് 3,531, പാലക്കാട് 2,998 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കൊല്ലത്ത് 2,908, മലപ്പുറത്ത് 2,666, തിരുവനന്തപുരത്ത് 2,440, കോട്ടയത്ത് 2,121, ആലപ്പുഴയിൽ 1,709, കണ്ണൂരിൽ 1,626, പത്തനംതിട്ടയിൽ 1,267, ഇടുക്കിയിൽ 1,164, വയനാട് 1,012 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ കോവിഡ് കണക്കുകൾ. കാസർഗോഡ് 555 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. WIPR 7 മുകളിലുള്ള സ്ഥലങ്ങൾ 296 തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലാണ് ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 102 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 30,454 പേർക്ക് സമ്പർക്കത്തിലൂടെ തന്നെയാണ് രോഗം സ്ഥിരീകരിച്ചത്. 1,441 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. 98 ആരോഗ്യ പ്രവർത്തകരും കോവിഡ് ബാധിതരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായിരുന്ന 21,634 പേർ രോഗമുക്തരായിട്ടുണ്ട്. സംസ്ഥാനത്ത് 5,68,87 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. വിവിധ ജില്ലകളിലായി 3,112 പേരെ ഇന്ന് രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ധന്യ. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം കർണാടക വീണ്ടും തള്ളി. നീറ്റ് അടക്കമുള്ള പരീക്ഷയ്ക്കെത്തുന്നവർക്കും ട്രെയിൻ യാത്രക്കാർക്കും നിർബന്ധിത ക്വാറന്റീൻ ഒഴിവാക്കണമെന്ന ആവശ്യമാണ് കർണാടക നിരാകരിച്ചത്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്നും കർണാടക ആരോഗ്യമന്ത്രി ഡോക്ടർ കെ സുധാകർ പറഞ്ഞു. ಇವತ್ತು ಆಲ್ ಇಂಡಿಯಾ ನೀಟ್ ಎಕ್ಸಾಮಿನೇಷನ್ ಏನಿದೆ, ಆ ನೀಟ್ ಎಕ್ಸಾಮಿನೇಷನ್ಗೆ ಬಂದಾಗ 1 ವಾರ ಸಾಂಸ್ಥಿಕವಾದಂಥ ಕ್ವಾರಂಟೈನ್ ಮಾಡಿದ್ರೆ ನಮ್ಗೆ ಕಷ್ಟ ಆಗುತ್ತೆ ಅಂತ ಹೇಳಿರೋದಕ್ಕೆ ಆ ಒಂದು ಅವರ ಶೈಕ್ಷಣಿಕ ಭವಿಷ್ಯವನ್ನು ನಾವು ವಿಚಾರ ಮಾಡಿ ಆ ಶಾಲೆಗಳು ಆ ಸಂಸ್ಥೆಗಳಿಗೇನೆ ವಿದ್ಯಾಸಂಸ್ಥೆಗಳಿಗೇನೆ ನಾವು ಸೂಚನೆಯನ್ನು ಏನು ಕೊಟ್ಟಿದ್ದೀವಿ, ಅವ್ರು ಬಂದಾಗ ಅಲ್ಲೇನೆ ಅವರೇ ವ್ಯವಸ್ಥೆ ಮಾಡಬೇಕು. ಅಲ್ಲಿ ಹಾಸ್ಟೆಲ್ಸ್ ಇರುತ್ತೆ, ನೀವೇನೇ ಅವರಿಗೆ ಕ್ವಾರಂಟೈನನ್ನು ಮಾಡಬೇಕು ಅಂತ ಹೇಳಿದ್ದೀವಿ. ಯಾವುದಾದ್ರೂ ಕೈಗಾರಿಕೆಗಳು ಮತ್ತು ಖಾಸಗಿ ಸಂಸ್ಥೆಗಳಲ್ಲಿ ಉದ್ಯೋಗ ಮಾಡುವಂತ ಬಂದರೆ ಅವರಿಗೆ ಅವರೇನೆ ಆ ಜವಾಬ್ದಾರಿಯನ್ನು ತಗೋಬೇಕು. കള്ളപ്പണ ആരോപണത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയെ നാളെയും മകൻ ആഷിഖിനെ ഈ മാസം 7-നും ED വിളിപ്പിച്ചിട്ടുണ്ടെന്ന് KT ജലീൽ. ED വിളിപ്പിച്ചിട്ടാണ് താൻ തെളിവ് നൽകാനെത്തിയത്. കുഞ്ഞാലിക്കുട്ടി കള്ളപ്പണം വെളുപ്പിക്കാൻ ചന്ദ്രികയെ മറയാക്കിയതിന്റെ രേഖകളും കൈമാറി. മറ്റ് പലരുടെയും സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ED അന്വേഷിച്ചെന്ന് KT ജലീൽ പറഞ്ഞു. നാളെ കുഞ്ഞാലിക്കുട്ടിയെയും 7-ാം തീയതി അദ്ദേഹത്തിന്റെ മകൻ ആഷിഖിനെയും ED വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാവണം ആ വിളിപ്പിക്കൽ. സാധാരണ എന്തൊക്കെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഉപോത്ഫലകമായിട്ടുള്ള ഡോക്യുമെന്റ്സ് കൊടുക്കണമല്ലോ. അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണല്ലോ, അത് കൊടുക്കും. കോൺഗ്രസ് സംഘടനാ തർക്കങ്ങളിൽ നിലപാട് വ്യക്തമാക്കി പുതിയ നേതൃത്വം. കേരളത്തിലെ കോൺഗ്രസിൽ അവസാന വാക്ക് KPCC അധ്യക്ഷൻ K സുധാകരനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുല കയ്യിലുണ്ടെന്ന് K സുധാകരൻ. എന്തിനും ലക്ഷ്മണരേഖയുണ്ടെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. രാഹുൽ ഗാന്ധി പങ്കെടുത്ത ചടങ്ങിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും സംസാരിച്ചില്ല. KPCC അധ്യക്ഷൻ K സുധാകരനൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ സമ്മേളന വേദിയായി കണ്ണൂർ DCC ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ്.
കോൺഗ്രസിലെ പ്രശ്നപരിഹാരത്തിനുള്ള ഫോർമുല കയ്യിലുണ്ടെന്ന് വ്യക്തമാക്കിയ കെ സുധാകരൻ തനിക്ക് ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടു. അതൊക്കെ ഉണ്ട്, എല്ലാറ്റിനും ഫോർമുലയുണ്ട്, അനുനയം നടക്കും, എല്ലാ പ്രശ്നങ്ങളും തീർക്കും, അതിനൊന്നും ആർക്കും തർക്കം വേണ്ട. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം നടന്നിട്ടുണ്ട്, ഇനിയും നിങ്ങളോട് പറയുന്നു, ഈ പറയുന്ന കാര്യം നടന്നിരിക്കും. സെമി കേഡർ പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റാൻ സുധാകരനൊപ്പം നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. ഒരു സെമി കേഡർ പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റാൻ പ്രിയങ്കരനായ KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഈ ശ്രമം നടക്കുമ്പോൾ ഞാനടക്കമുള്ള മുഴുവൻ കോൺഗ്രസുകാരും അതിന്റെ കൂടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എതിർ അഭിപ്രായങ്ങൾക്ക് കോൺഗ്രസ് അവസരം കൊടുക്കുമെന്നും പക്ഷേ എല്ലാറ്റിനും ലക്ഷ്മണരേഖ വേണമെന്നും KC വേണുഗോപാൽ ഓർമ്മപ്പെടുത്തി. കേരളത്തിലെ കോൺഗ്രസിന്റെ ദൗർബല്യങ്ങളെ മാറ്റി ഒറ്റക്കെട്ടായി നയിക്കാൻ കഴിയുമെന്നുള്ള തീർച്ചയായിട്ടുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ ഇന്ന് മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ സംസാരിച്ച മറ്റു നേതാക്കളും KPCC അധ്യക്ഷന് പിന്തുണ അറിയിച്ചു. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അസാന്നിധ്യം ചർച്ചാ വിഷയമായപ്പോൾ ഇരുവരും ഓൺലൈനായി പങ്കെടുത്തെന്ന് പാർട്ടി ജില്ലാ നേതൃത്വം അറിയിച്ചു. എന്നാൽ ഇരുവരും ചടങ്ങിൽ സംസാരിച്ചില്ല. സാങ്കേതിക തകരാർ മൂലമാണ് ഉമ്മൻചാണ്ടിക്ക് സംസാരിക്കാൻ കഴിയാഞ്ഞതെന്നും അഴീക്കൽ അപകടത്തെ തുടർന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇടയ്ക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടി വന്നുവെന്നുമാണ് DCCയുടെ വിശദീകരണം. ക്യാമറാമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. DCC അധ്യക്ഷ നിയമനം നടത്തിയത് കൂടിയാലോചനയ്ക്ക് ശേഷമെന്ന് ആവർത്തിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാണ്, എല്ലാവരെയും വിശ്വാസത്തിലെടുക്കും. പരാതി ഉന്നയിച്ച നേതാക്കളുടെ അഭിപ്രായം പുനഃസംഘടനയുടെ അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കുമെന്നും താരിഖ് അൻവർ. They are very senior leaders. They are a pillar of the Congress party. They are working for the party since last 40-50 years. So I don't expect anything they will do which will harm the party interest. കോൺഗ്രസിലെ തമ്മിൽ തല്ല് തുടരുന്നതിനിടെ യൂത്ത് കോൺഗ്രസിലും കലാപം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുനെ യൂത്ത് കോൺഗ്രസ് വക്താവായി നിയമിച്ചതിനെ ചൊല്ലിയാണ് പോര്. സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിലിനെതിരെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നേതാക്കൾ രംഗത്തെത്തി. വക്താക്കളുടെ ലിസ്റ്റ് കണ്ടില്ലെന്നും നേതാക്കളുടെ മക്കൾ വളഞ്ഞ വഴിയിലൂടെ നേതൃത്വത്തിലെത്തുന്നതിൽ യോജിപ്പില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കോൺഗ്രസിലെ തമ്മിൽ തല്ലി തീർക്കാൻ നേതൃത്വം പാടുപെടുമ്പോഴാണ് യുവജന സംഘടനയിലെ ചേരിപ്പോര്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുന്റെ നിയമനം അറിഞ്ഞിരുന്നില്ലെന്ന ഷാഫി പറമ്പിലിന്റെ വാദം ശരിയല്ലെന്ന് ഭൂരിപക്ഷം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെയാണ് ഷാഫിക്കെതിരായ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിലും KC വേണുഗോപാൽ കൈകടത്തുന്നുവെന്നാണ് AI ഗ്രൂപ്പ് നേതാക്കളുടെ പരാതി. ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനാണ് ഇവരുടെ നീക്കം. ഇതിനിടെ വിശദീകരണവുമായി ഷാഫിയും രംഗത്തെത്തി. ആ പ്രഖ്യാപനം ശ്രദ്ധയിൽപ്പെട്ടതിനെതിരെ അല്ലെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ആദ്യമായി ദേശീയ കമ്മിറ്റിയെ ബന്ധപ്പെടുന്നതും ഇത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ലെന്നും ആ നിയമനങ്ങൾ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ഞാനാണ്. എന്നാൽ തന്റെ നിയമനത്തിന് പിന്നിൽ പിതാവിന്റെ ഇടപെടലില്ലെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുന്റെ പ്രതികരണം. സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അത് നാഷണൽ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും തമ്മിലുള്ള ഒരു കോർഡിനേഷന്റെ ഭാഗമാണ്. എനിക്കിങ്ങനെ വന്നു, അത് എന്തോ കുറെ ചർച്ചയായി, അപ്പോഴത്തേക്ക് അതൊരു തൽക്കാലത്തേക്ക് ഓൺ ഹോൾഡ് എന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അത് തീരുമാനം ഉണ്ടാവുന്നവിടം വരെ വെയിറ്റ് ചെയ്യുക. വിവാദങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രതികരിക്കട്ടെ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മകന്റെ കാര്യമായതിനാൽ മറ്റു പ്രതികരണങ്ങൾക്കില്ല. അപ്പൊ ഈ കാര്യത്തിൽ ഞാനൊരു കാര്യവും പറയുന്നില്ല. പ്രത്യേകിച്ച് മകനെ കൂടി ഇതിനകത്ത് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറയാൻ ഒട്ടും ശരിയല്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും. വിവാദമായതോടെ വക്താക്കളുടെ നിയമന ലിസ്റ്റ് തന്നെ ദേശീയ നേതൃത്വം റദ്ദാക്കി. KC വേണുഗോപാലിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിലും പ്രതിഷേധം. ന്യൂസ് 18 തിരുവനന്തപുരം. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് തീവ്ര ഇടതുപക്ഷ വിരുദ്ധ നിലപാടെന്ന് CPM. നിയമസഭാ അവലോകന റിപ്പോർട്ടിന്റെ ഭാഗമായി പാർട്ടി കീഴ്ഘടകങ്ങളിൽ ചർച്ചയ്ക്കായി നൽകിയ പാർട്ടി കത്തിലാണ് സുകുമാരൻ നായരുടെ നിലപാടുകളെ CPM വിമർശിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരുമായി നിസ്സഹകരണ മനോഭാവമാണ് NSSന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ജമാഅത്തെ ഇസ്ലാമിക്കും വിമർശനം. മുസ്ലിം സമുദായത്തിൽ ഏകീകരണമുണ്ടാക്കി ഇടതുവിരുദ്ധത ഉറപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് വിമർശനം. SNDP CPMനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചില്ലെന്നും പാർട്ടി കത്തിൽ പരാമർശമുണ്ട്. കേരള പോലീസിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നുവെന്ന പ്രസ്താവനയിൽ ആനി രാജയ്ക്കെതിരെ ദേശീയ നേതൃത്വത്തിന് പരാതിയുമായി CPI സംസ്ഥാന നേതൃത്വം. ദേശീയ എക്സിക്യൂട്ടീവ് തീരുമാനത്തിന്റെ ലംഘനമാണ് ആനി രാജയുടെ പ്രവൃത്തിയെന്ന് D. രാജയ്ക്ക് അയച്ച കത്തിൽ കാനം രാജേന്ദ്രൻ ആരോപിച്ചു. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത ശേഷം പരസ്യ പ്രതികരണം ഉണ്ടായേക്കും. നടപടിയെടുക്കാത്തതുകൊണ്ട് ഒരാൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നുവെന്ന് പറഞ്ഞാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ആ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം. കേരള പോലീസിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയമാണെന്നും
സർക്കാരിന്റെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ബോധപൂർവ ശ്രമമുണ്ടെന്നുമായിരുന്നു ആനി രാജയുടെ പ്രസ്താവന. സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഈ പ്രസ്താവനയിൽ CPI സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത്. പാർട്ടിയുടെ അതൃപ്തി രേഖാമൂലം ദേശീയ നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ വിഷയത്തിൽ പ്രതികരണം നടത്തുമ്പോൾ അവിടുത്തെ നേതൃത്വവുമായി ചർച്ച നടത്തണം. ഇത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗീകരിച്ച മാർഗരേഖയാണ്. ആനി രാജയുടെ പ്രസ്താവന ഇതിന്റെ ലംഘനമാണെന്നും D രാജയ്ക്ക് അയച്ച കത്തിൽ കാനം വ്യക്തമാക്കി. പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നതിന് സമാനമായ ആരോപണം CPIയുടെ മുതിർന്ന നേതാവ് പറഞ്ഞത് ശരിയായില്ലെന്നും കത്തിൽ വിശദീകരിക്കുന്നു. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവും ഈ വിഷയം ചർച്ച ചെയ്യും. അതിനുശേഷം പരസ്യ പ്രതികരണം നടത്തിയാൽ മതിയെന്നാണ് തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിലെ പോലീസിൽ RSS ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ ഭയമുള്ളതുകൊണ്ടാണ് CPI നേതാവ് ആനി രാജ RSSനെ പഴിചാരുന്നത്. പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ നട്ടലുണ്ടെങ്കിൽ CPI മന്ത്രിമാരോട് മന്ത്രിസഭയിൽ നിന്ന് പുറത്തുവരാൻ പറയുകയാണ് വേണ്ടതെന്നും ശോഭാ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു. ശ്രീമതി ആനി രാജ വ്യക്തമാക്കണം, RSSന്റെ ഗ്യാങ് എവിടെയാണ് പ്രവർത്തിക്കുന്നത്, ആരാണ് ആ ഗ്യാങ്ങിന് നേതൃത്വം നൽകുന്നത്. ഇത് ആനി രാജയും പറയണം. കേരളത്തിന്റെ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി പൊതുസമൂഹത്തോട് പറയണം, അങ്ങനെ ഒരു RSSന്റെ ഗ്യാങ് കേരള പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ടോ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. മണി മുഴങ്ങുമോ? കേരളത്തിൽ സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാഭ്യാസ വകുപ്പും പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കും. 2 റിപ്പോർട്ടുകളും മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഇതിനുശേഷമാകും സ്കൂൾ തുറക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ ലോകത്തെമ്പാടുമുള്ള വിദഗ്ധരുമായി കേരള ഗവൺമെന്റ് ആശയവിനിമയം നടത്തി. അപ്പോൾ ഉയർന്നു വന്നത് വേണമെങ്കിൽ സ്കൂൾ തുറക്കാമെന്നുള്ള ചില ആശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള പാകമായോ സമയമായോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി അതിന് ഉചിതമായ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും അതുപോലെ സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള ഏതെല്ലാം ക്ലാസ് ആദ്യം തുറക്കാം, എങ്ങനെയാണ് അതിന്റെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പ്രോജക്ട് റിപ്പോർട്ടും ഈ 2 റിപ്പോർട്ടുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്നതാണ്. PG ഡിഗ്രി ക്ലാസുകൾ ഉടൻ തുടങ്ങണമെന്ന് KSU. പ്രൊഫഷണൽ കോഴ്സുകളും തുടങ്ങണം. വിദ്യാർത്ഥികളുടെ വാക്സിനേഷൻ ഉടൻ പൂർത്തിയാക്കണം. ഒരു അധ്യയന വർഷം കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് പറഞ്ഞു. ഭരണകാര്യങ്ങളിൽ മന്ത്രിമാർക്ക് പരിശീലനം നൽകാൻ മന്ത്രിസഭാ തീരുമാനം. തിരുവനന്തപുരം IMGയിൽ ഈ മാസം 20 മുതൽ 22 വരെയാണ് ക്ലാസ്. ഇത് സംബന്ധിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. ദിവസവും 3 മണിക്കൂർ വീതമാണ് ക്ലാസ് നടക്കുക. ആകെ 9 ക്ലാസ് ഉണ്ടാകും. മന്ത്രിമാർ ഏറെയും പുതുമുഖങ്ങളായതിനാലാണ് പരിശീലനം നൽകാനുള്ള തീരുമാനം. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. സമ്പന്നരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കുകയാണെന്നും ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും രാഹുൽ ഗാന്ധി. താലിബാനുമായി തുടർ ചർച്ച ഉണ്ടാകുമോ എന്ന് പറയാനാകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. കാബൂൾ വിമാനത്താവളം വീണ്ടും പ്രവർത്തനക്ഷമമാകുന്ന മുറയ്ക്ക് രക്ഷാദൌത്യം പുനരാരംഭിക്കും. താലിബാനെ ഇന്ത്യ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം. സമൂഹമാധ്യമങ്ങളിലെ വാർത്താ ഉള്ളടക്കത്തെ വിമർശിച്ച് ചീഫ് ജസ്റ്റിസ് NV രമണ. വെബ് പോർട്ടലുകളും യൂട്യൂബ് ചാനലുകളും വ്യാജ വാർത്തകളാൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ച ആശങ്ക കൂടി പരിഗണിച്ച് പുതിയ IT ചട്ടങ്ങൾ തയ്യാറാക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. അടിസ്ഥാന സൗകര്യമില്ലാത്ത എത്ര ബെബ്കോ ഔട്ട്ലെറ്റുകൾ പൂട്ടിയെന്ന് സർക്കാരിനോട് കോടതി. പല ബെബ്കോ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലും ഇപ്പോഴും തിരക്കുണ്ട്. 3 ഔട്ട്ലെറ്റുകൾ മാറ്റിസ്ഥാപിച്ചതായും 24 എണ്ണം മാറ്റിസ്ഥാപിക്കാൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും ബെബ്കോ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. 6ാം പ്രതി റെജിക് M അനിൽകുമാറാണ് അറസ്റ്റിലായത്. കേസിൽ 13 ഭരണസമിതി അംഗങ്ങളെ കൂടി പ്രതി ചേർത്തു. ഇതോടെ കേസിലെ പ്രതികളുടെ എണ്ണം 19 ആയി.
വിസ്മയ കേസിലെ പ്രതി കിരൺകുമാറിന്റെ ജാമ്യാപേക്ഷ മൂന്നാം തവണയും കോടതി തള്ളി. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് അപേക്ഷ തള്ളിയത്. നേരത്തെ ജാമ്യാപേക്ഷ തള്ളാനുള്ള കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് കോടതിയുടെ നിരീക്ഷണം. കൊട്ടാരക്കരയിൽ കടത്തിണ്ടയിൽ ഇരുന്ന വയോധികനെ മർദ്ദിച്ച CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പുറത്താക്കി. വെണ്ടാർ സ്വദേശി സുമേഷിനെതിരെയാണ് നടപടി. മാവടി ലോക്കൽ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. തുടർ അന്വേഷണത്തിന് 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ മകളെ പീഡിപ്പിച്ചയാൾക്ക് 3 ജീവപര്യന്തം. പത്തനംതിട്ട പോക്സോ അതിവേഗ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2016 കേസിനാസ്പദമായ സംഭവം. കേരളത്തിൽ നിന്നുള്ള അധ്യാപകരെ അതിർത്തിയിൽ നിന്ന് മടക്കി അയച്ച് തമിഴ്നാട്. താളൂർ ചെക്ക് പോസ്റ്റിലാണ് നിയന്ത്രണം കടുപ്പിച്ചത്. നീലഗിരി ജില്ലയിലെ ബിദർക്കാട്, എരുമാട്, അമ്പലമൂല സ്കൂളുകളിലെ 30ഓളം അധ്യാപകരെ തിരിച്ചയച്ചു. കോട്ടയത്ത് വൈദ്യുതാഘാതമേറ്റ് 1.5 വയസ്സുകാരി മരിച്ചു. വെമ്പള്ളി കദളിക്കാട്ടിൽ അലൻ ശ്രുതി ദമ്പതികളുടെ മകൾ റൂത്ത് മറിയമാണ് മരിച്ചത്. വീട്ടിൽ കുളിക്കുന്നതിനിടെ ഫ്രിഡ്ജിൽ പിന്നിൽ നിന്ന് ഷോക്കേറ്റാണ് മരണം. കൊല്ലം വഴിക്കലിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് 4 തൊഴിലാളികൾ മരിച്ചു. ആലപ്പുഴ തറയിൽ കടവിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 16-അംഗ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവർ കരുനാഗപ്പള്ളി, കായംകുളം താലൂക്ക് ആശുപത്രികളിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തനത്തിൽ കോസ്റ്റ് പോലീസിന് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. പുലർച്ചെ 2ഓടെ മത്സ്യബന്ധനത്തിനായി ആലപ്പുഴ തറയിൽ കടവിൽ നിന്ന് പോയ ഓങ്കാരം എന്ന വള്ളമാണ് കൊല്ലം അഴീക്കൽ കുരിശുകടവിൽ അപകടത്തിൽപ്പെട്ടത്. ഞങ്ങൾ വല കോരിപ്പിടിച്ച് തിരമാല വന്ന് വള്ളം മൊത്തം കവിഞ്ഞു പോയി. അപ്പൊ നിങ്ങൾ വെള്ളത്തിന് പുറത്തായിരുന്നു? വള്ളത്തെ ഇരിക്കുകയായിരുന്നു. കടൽ വന്ന് ഇടിച്ചപാട്ട് വള്ളവും എല്ലാം കവിഞ്ഞു. ഞങ്ങളും എല്ലാം പല ദിക്കിലായിട്ട്. 16-അംഗ സംഘത്തിൽ സുനിൽ ദത്ത്, തങ്കപ്പൻ, ശ്രീകുമാർ, സുദേവൻ എന്നീ മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 24 വയസ്സുള്ള സുനിൽ ദത്ത്, 53 വയസ്സുള്ള സുദേവൻ, ശ്രീകുമാർ, തങ്കപ്പൻ, ഈ 4 സഹോദരങ്ങളാണ് 16 പേർ മരണപ്പെട്ടത്. അതേസമയം രക്ഷാപ്രവർത്തനം നടത്താൻ ആവശ്യപ്പെട്ട് മണിക്കൂറുകളോളം കോസ്റ്റൽ പോലീസിനെ ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്ന് രക്ഷിക്കാനായി എത്തിയ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. ഈ അഴീക്കൽ കിടക്കുന്ന ബോട്ടെന്ന് പറഞ്ഞാൽ വലിയ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അവർ കെട്ടഴിച്ചിട്ടില്ല. അവരെയാണ് ഞങ്ങൾ നിരന്തരം വയലൻസിലൂടെ ബന്ധപ്പെട്ടത്. എന്നിട്ട് അവർ കെട്ടഴിച്ചിട്ടില്ല. ഞങ്ങളൊരു ബോഡി കിട്ടി, സുദേവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബോഡിയായിട്ട് ഞങ്ങൾ ആ ഹാർബർ വരുമ്പോഴും ആ ഹാർബറിൽ കെട്ടഴിച്ചിട്ടില്ല ബോട്ട്. അവരെ വിളിച്ചിട്ട് അവർ വയർലെസ് എടുത്തില്ല, പ്രതികരിച്ചില്ല. അവർ വിഷയം പരിശോധിക്കുമെന്ന ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. പിന്നെ ഈ സംഭവം നടന്നത് കോസ്റ്റൽ പോലീസ് എത്തിയില്ല എന്നുള്ളത് വേറെ പരിശോധിക്കേണ്ട. കാരണം അതിനുള്ള സംവിധാനം ഉണ്ടോ എന്നുള്ളത് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. മന്ത്രിമാരായ പി പ്രസാദ്, GR അനിൽ എന്നിവരുൾപ്പെടെ നിരവധി ജനപ്രതിനിധികൾ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലെത്തി അനുശോചനം അറിയിച്ചു. ന്യൂസ് 18 ആലപ്പുഴ. വ്യാജ ലൈസൻസ് തോക്കുകളുമായി 5 യുവാക്കൾ അറസ്റ്റിലായ സംഭവത്തിൽ അന്വേഷണം കശ്മീരിലേക്ക്. രജൌരി ജില്ലാ അധികാരികളെ പോലീസ് ബന്ധപ്പെട്ടു. വിശദമായ അന്വേഷണം നടത്തുമെന്ന് DCP വൈഭവ് സക്സേന ന്യൂസ് 18നോട് പറഞ്ഞു. കോഴിക്കോട് ചേവായൂരിൽ പീഡനത്തിനിരയായ യുവതിയുടെ അമ്മ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ്. വീടിനുള്ളിൽ നിന്ന് ദുർഗന്ധമുണ്ടായതിനെ തുടർന്ന് അയൽക്കാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസ് പരിശോധനയിലാണ് 60-കാരിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കം തോന്നിക്കും. ജൂലൈ 7 രാത്രിയിൽ ബസ്സിനുള്ളിൽ പീഡനത്തിനിരയായ മാനസിക വൈകല്യമുള്ള യുവതിയുടെ അമ്മയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ചേവായൂർ SI സുരേഷ് KK പറഞ്ഞു. ദുരൂഹതയൊന്നുമില്ല. പത്രനഗറിലെ അടച്ചിട്ട വീട്ടിലൊരു സ്മെല്ല് കേട്ട പ്രകാരം ചേവായൂർ പോലീസിനെ അറിയിച്ചു. ചേവായൂർ പോലീസ് വന്നു. എൻ്റെ ഫിംഗർ പ്രിൻ്റ് ടീമൊക്കെ വന്ന് നോക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ ബോഡിയാണ്, 15 വയസ്സ് പ്രായം തോന്നുന്ന സ്ത്രീയുടെ ബോഡി. അത് ഇൻക്വസ്റ്റിൻ്റെ നടപടി ക്രമങ്ങളിലാണ് ഇപ്പം നടക്കുന്നത്. ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അസുഖങ്ങളുണ്ട് അടുത്ത ഇത് പറയുന്നുണ്ട്, അറ്റാക്കിൻ്റെ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പീഡനത്തിനിരയായ യുവതിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതിനാൽ 2 മാസത്തോളമായി ഇവർ വീട്ടിൽ തനിച്ചായിരുന്നു. യുവതിയെ പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളെ മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. മുഖ്യപ്രതി ഇന്ത്യേഷിനായി പോലീസ് അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. ഉത്തരേന്ത്യയിൽ മഴ തുടരുന്നു. ഡൽഹിയിൽ രാവിലെ ഉണ്ടായ ശക്തമായ മഴയിൽ പ്രധാന റോഡുകൾ വെള്ളത്തിനടിയിലായി. ഗതാഗത കുരുക്കും രൂക്ഷമായിട്ടുണ്ട്. അസമിൽ പ്രളയത്തിൽ 3 പേർ കൂടി മരിച്ചു.
19 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന തോതിലുള്ള മഴയാണ് ഡൽഹിയിൽ ലഭിക്കുന്നത്. ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ശനിയാഴ്ച വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഡൽഹിയിൽ രാവിലെയുണ്ടായ മഴയിൽ എയിംസിന് സമീപവും ITOയിലും റോഡിന്റെ പകുതിയോളം വെള്ളം കയറി. സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമായി മിന്നലേറ്റ് ഇന്നലെ 5 പേർ മരിച്ചു. UP ഗാസിയാബാദിൽ ഷോക്കേറ്റ് 3 കുട്ടികൾ അടക്കം ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചു. അസമിലെ 22ഉം ബീഹാറിലെ 36 ജില്ലകളെ മഴക്കെടുതി ബാധിച്ചു. മണ്ണിടിച്ച് തുടരുന്ന ഉത്തരാഖണ്ഡിലെ മിലാമിൽ കുന്നിൽ കുടുങ്ങിയവരെ ITBP രക്ഷിച്ചു. ന്യൂസ് 18 ഡൽഹി.